സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയ കൃഷ്ണയുടെ പ്രസവം. യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ 6 മില്യണിലേറെ വ്യൂസ് നേടി ട്രെൻഡിങ്ങിൽ 1-ാം സ്ഥാനത്താണ് ദിയയുടെ വീഡിയോയുള്ളത്. പ്രസവം പോലെയുള്ള സ്വകാര്യ നിമിഷങ്ങൾ പോലും സമൂഹ മാധ്യമത്തിലിട്ട് കാശുണ്ടാക്കുന്നുവെന്ന ചില വിമർശനങ്ങൾ ഉയർന്നുവെങ്കിൽ പോലും ആരോഗ്യകരമായ ചർച്ചകൾക്കാണ് ദിയ കൃഷ്ണയുടെ വീഡിയോ തുടക്കം കുറിച്ചിരിക്കുന്നത്. ആശുപത്രികളിലെ ലേബർ റൂമുകളിൽ ഭർത്താവിന്റെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യം വേണോ വേണ്ടയോ എന്ന ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെയുള്ളത്. വീഡിയോയിലെ ഏറ്റവും വലിയ ആകർഷണം എന്നത് കുടുംബാംഗങ്ങൾ ലേബർ റൂമിനുള്ളിൽ ദിയയ്ക്ക് നൽകുന്ന പിന്തുണയാണ്. ദിയയുടെ ഭർത്താവ് അശ്വിനും പിതാവ് കൃഷ്ണകുമാറും അമ്മ സിന്ധുവും 3 സഹോദരിമാരും ലേബർ റൂമിനുള്ളിലുണ്ട്. പ്രസവ വേദനയാൽ ദിയ നിലവിളിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ നൽകുന്ന പിന്തുണ കണ്ട് കരഞ്ഞുപോയെന്നാണ് ഭൂരിഭാഗം പേരും കമന്റിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പ്രസവ വാർഡുകളിൽ തങ്ങൾ അനുഭവിച്ച ഒറ്റപ്പെടലും അരക്ഷിതാവസ്ഥയും നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ചീത്തവിളിയുമൊക്കെ പങ്കുവച്ചുകൊണ്ടായിരുന്നു ദിയയുടെ വീഡിയോയെ ചിലർ പ്രശംസിക്കുന്നത്. എന്തായാലും പ്രസവമുറിയിൽ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം ഒരു ഗർഭിണിക്ക് എത്രത്തോളം വലിയ ആശ്വാസം പകരുമെന്നതിന്റെ നേർക്കാഴ്ച തന്നെയാണ് ദിയയുടെ വീഡിയോ. സർക്കാർ ആശുപത്രിയിലാണെങ്കിലും സ്വകാര്യ ആശുപത്രിയിലാണെങ്കിലും ഭർത്താവിനെയും അമ്മയെയും നിർബന്ധമായും ഡെലിവറിക്ക് കൂടെ നിർത്തണമെന്ന അഭിപ്രായമാണ് നിരവധി പേർ പങ്കുവച്ചിരിക്കുന്നത്. ആരെയും കാണാതെ നിലവിളിക്കുമ്പോൾ വഴക്ക് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ ഇനിയെങ്കിലും ഒരമ്മമാർക്കുണ്ടാകരുതെന്നും കമന്റ് ബോക്സിൽ ഒരാൾ കുറിച്ചിരിക്കുന്നു. സമൂഹത്തിൽ നല്ല മാറ്റങ്ങളും നല്ല സന്ദേശങ്ങളും കൊണ്ടുവരാൻ ഈ വീഡിയോയ്ക്ക് കഴിഞ്ഞിരുന്നെങ്കിലെന്നാണ് പലരും പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. അതേസമയം 12 വർഷം മുൻപ് പ്രസവം ചിത്രീകരിച്ചപ്പോൾ ശ്വേതാ മേനോനെ ചീത്ത വിളിച്ച മലയാളികളിൽ നിന്ന് 90% ഈ വീഡിയോയെ സ്വാഗതം ചെയ്യുകയാണ്.